ആഗോള ഇന്ധന വിതരണത്തിന്റെ ജീവനാഡിയായ ഹോർമുസ് കടലിടുക്കിൽ അമേരിക്കൻ ഐക്യനാടുകളും ഇറാനും തമ്മിൽ നടന്ന വ്യോമ സംഘർഷം പശ്ചിമേഷ്യയെ വീണ്ടും ഒരു മഹായുദ്ധത്തിന്റെ വക്കിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. ദശാബ്ദങ്ങളായി ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന തന്ത്രപരമായ ശത്രുതയുടെ ഏറ്റവും പുതിയതും ഭയാനകവുമായ അധ്യായമാണ് ഇക്കഴിഞ്ഞ മണിക്കൂറുകളിൽ പേർഷ്യൻ ഉൾക്കടലിൽ അരങ്ങേറിയത്. അതിർത്തി ലംഘനങ്ങളെയും പരസ്പരമുള്ള സൈനിക പ്രകോപനങ്ങളെയും ചൊല്ലി ഇരുപക്ഷവും കുമ്പുകോർത്തപ്പോൾ നിമിഷങ്ങൾക്കകം ആകാശമാകെ പുകപടലങ്ങളാൽ മൂടപ്പെടുകയും ഇരുവശത്തു നിന്നും കനത്ത നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയുമുണ്ടായി. സാധാരണയായി നടക്കുന്ന ചെറിയ തരത്തിലുള്ള വെടിവെപ്പുകൾക്കും മുന്നറിയിപ്പുകൾക്കും അപ്പുറം അത്യാധുനിക 5ാം തലമുറ യുദ്ധവിമാനങ്ങളും ഇറാനിയൻ വായു പ്രതിരോധ മിസൈലുകളും നേരിട്ട് ഏറ്റുമുട്ടിയ ഒന്നായിരുന്നു ഈ വ്യോമയുദ്ധം. അന്താരാഷ്ട്ര സമുദ്രപാതയ്ക്ക് മുകളിലൂടെയുള്ള നിരീക്ഷണ പറക്കലിനിടയിൽ തങ്ങളുടെ വ്യോമാതിർത്തി ലംഘിച്ചു എന്നാരോപിച്ചാണ് ഇറാൻ സൈന്യം അമേരിക്കൻ ഡ്രോണുകൾക്കും പെട്രോളിംഗ് വിമാനങ്ങൾക്കും നേരെ ആദ്യം മിസൈലുകൾ തൊടുത്തത്. ആക്രമണത്തിന്റെ തീവ്രതയും പെട്ടെന്നുണ്ടായ പ്രത്യാഘാതവും വ്യക്തമാക്കുന്ന തരത്തിലായിരുന്നു US യുദ്ധവിമാനങ്ങളുടെ പ്രഹരശേഷി. പേർഷ്യൻ ഉൾക്കടലിൽ പെട്രോളിംഗ് നടത്തുകയായിരുന്ന ഇറാന്റെ അത്യാധുനിക യുദ്ധക്കപ്പലുകളിൽ ഒന്നിനെ ലക്ഷ്യമിട്ട് അമേരിക്കൻ ജെറ്റുകൾ തൊടുത്തുവിട്ട മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്ത് കൃത്യമായി പതിക്കുകയുണ്ടായി. അതിശക്തമായ സ്ഫോടനത്തിൽ ഇറാന്റെ അഭിമാനമായിരുന്ന ആ പടക്കപ്പൽ നിമിഷങ്ങൾക്കകം രണ്ടായി പിളർന്നു പോയെന്നാണ് US നാവികസേനാ വൃത്തങ്ങളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. ഇറാൻ അതിർത്തിക്ക് തൊട്ടടുത്തുള്ള ഈ കപ്പൽ ഛേദം ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന് വലിയൊരു ആഘാതമാണ് ഉണ്ടാക്കിയത്. കപ്പലിലുണ്ടായിരുന്ന ജീവനക്കാരിൽ വലിയൊരു പങ്കും സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ കൊല്ലപ്പെടുകയോ കാണാതാവുകയോ ചെയ്തതായാണ് പ്രാഥമിക വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. പ്രത്യാക്രമണത്തിനുള്ള യാതൊരു സാവകാശവും നൽകാതെ അതീവ കൃത്യതയോടെയാണ് അമേരിക്ക ഈ ഓപ്പറേഷൻ പൂർത്തിയാക്കിയത്. അതേസമയം അമേരിക്കയുടെ ഈ ധിക്കാരപരമായ നടപടിയെ ശക്തമായി അപലപിച്ചുകൊണ്ട് ടെഹ്റാൻ രംഗത്തെത്തി. തങ്ങളുടെ പരമാധികാര മണ്ണിലും സമുദ്രപരിധിയിലും അതിക്രമിച്ചു കയറിയ അമേരിക്കൻ സൈന്യത്തിന് ചരിത്രത്തിലെ ഏറ്റവും കടുത്ത തിരിച്ചടി നൽകുമെന്നാണ് ഇറാന്റെ പരമോന്നത കൗൺസിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പേർഷ്യൻ ഉൾക്കടലിലൂടെയുള്ള അമേരിക്കയുടെയും അവരുടെ സഖ്യകക്ഷികളുടെയും ഒരു കപ്പലും ഇനി സുരക്ഷിതമായി കടന്നുപോകില്ലെന്ന ശക്തമായ ഭീഷണിയും IRGC തലവന്മാർ പുറപ്പെടുവിപ്പിച്ചിട്ടുണ്ട്. ഈ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ലോകത്തെ ഏറ്റവും തന്ത്രപ്രധാനമായ സമുദ്ര വ്യാപാര പാതയായ ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ലോകത്ത് വിപണനം ചെയ്യപ്പെടുന്ന അസംസ്കൃത എണ്ണയുടെ 1/5 കടന്നു പോകുന്നത് അതീവ ഇടുങ്ങിയ ഈ സമുദ്രപാതയിലൂടെയാണ്. യുദ്ധഭീതിയെ തുടർന്ന് ചരക്ക് കപ്പലുകളും ഭീമൻ ഓയിൽ ടാങ്കറുകളും തങ്ങളുടെ യാത്രകൾ താൽക്കാലികമായി നിർത്തിവെക്കുകയോ സുരക്ഷിതമായ മറ്റ് തുറമുഖങ്ങളിലേക്ക് വഴിതിരിച്ചുവിടുകയോ ചെയ്യുകയാണ്. പെന്റഗണിന്റെ കൽപ്പന പ്രകാരം US 5ാം നാവികസേനാ വ്യൂഹം ഈ മേഖലയിൽ പൂർണ്ണമായ യുദ്ധസജ്ജീകരണങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു. വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കന്റെ നേതൃത്വത്തിലുള്ള വൻ യുദ്ധക്കപ്പലുകളുടെ നിരയാണ് പേർഷ്യൻ ഉൾക്കടലിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. മേഖലയിലുള്ള അമേരിക്കൻ സൈനിക താവളങ്ങളിലെല്ലാം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തങ്ങളുടെ വായു പ്രതിരോധ സംവിധാനമായ ബവാർ 373 കൂടുതൽ ശക്തമാക്കിക്കൊണ്ട് US ആക്രമണങ്ങളെ പ്രതിരോധിക്കാനാണ് ഇറാന്റെ നീക്കം. കഴിഞ്ഞ കുറച്ചു കാലമായി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത അത്യാധുനിക മിസൈലുകളും ഡ്രോണുകളും ഇറാൻ തങ്ങളുടെ അതിർത്തികളിൽ സജ്ജമാക്കിയിട്ടുണ്ട്. റഷ്യയുടെയും ചൈനയുടെയും പരോക്ഷമായ സാങ്കേതിക പിന്തുണ ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പിന്നിലുണ്ട് എന്നത് അമേരിക്കയെയും ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ വ്യോമ സംഘർഷം കേവലം പ്രാദേശികമായ ഒന്നല്ല, മറിച്ച് വലിയൊരു ആഗോള പ്രതിസന്ധിയുടെ തുടക്കമാണ് എന്നതാണ് നയതന്ത്ര വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാകുന്ന ഏതൊരു വൻ യുദ്ധവും റഷ്യ, ചൈന എന്നീ വൻ ശക്തികളുടെ ഇടപെടലിന് വഴി തുറന്നേക്കാം. ഉക്രൈൻ പ്രതിസന്ധിയിലും തായ്വാൻ വിഷയത്തിലും അമേരിക്കയുമായി കൊമ്പ് കോർത്തു നിൽക്കുന്ന ഈ രാജ്യങ്ങൾ ഇറാനെ പിന്തുണച്ച് പരസ്യമായ രംഗത്തെത്തിയാൽ ലോകം 3ാം ലോക മഹായുദ്ധത്തിലേക്ക് സമാനമായ സാഹചര്യത്തിലേക്ക് നീങ്ങിയേക്കും. പെട്ടെന്നുണ്ടായ ഈ സുരക്ഷാ പ്രതിസന്ധി പരിഹരിക്കാൻ യുണൈറ്റഡ് നേഷൻസ് അടിയന്തര സുരക്ഷാ കൗൺസിൽ യോഗം വിളിച്ചു ചേർക്കണമെന്ന് വിവിധ യൂറോപ്യൻ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. യുദ്ധം ആർക്കും ഗുണം ചെയ്യില്ലെന്നും ഇരുവിഭാഗവും അടിയന്തരമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ചർച്ചകൾക്ക് തയ്യാറാകണമെന്നുമാണ് അന്താരാഷ്ട്ര സമൂഹം ആവശ്യപ്പെടുന്നത്. ഇറാൻ ജനതയ്ക്കിടയിലും ഈ വ്യോമ സംഘർഷം കടുത്ത ആഭ്യന്തര വികാരമാണ് ഉണ്ടാക്കിയത്. അമേരിക്കയുടെ സാമ്രാജ്യത്വ നയങ്ങൾക്കെതിരെ രാജ്യമെമ്പാടും വൻ ജനകീയ പ്രതിഷേധങ്ങളാണ് നടക്കുന്നത്.
തങ്ങളുടെ സൈനിക കപ്പൽ തകർത്തതിലൂടെ അമേരിക്ക ഇറാന്റെ പരമാധികാരത്തെയാണ് ചോദ്യം ചെയ്തതെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. സാമ്പത്തികമായി കടുത്ത ഉപരോധങ്ങൾ നേരിടുന്ന ഇറാൻ സൈന്യത്തിന് ഈ യുദ്ധക്കപ്പലിന്റെ നഷ്ടം നികത്താനാകാത്ത ഒന്നാണ്. എന്നാൽ തങ്ങളുടെ യഥാർത്ഥ കരുത്ത് കടലിലല്ല, മറിച്ച് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ദൂരെയുള്ള ലക്ഷ്യസ്ഥാനങ്ങളെ തകർക്കാൻ ശേഷിയുള്ള മിസൈൽ സേനയിലാണെന്ന് ഇറാൻ തെളിയിച്ചിട്ടുള്ളതാണ്. വരും മണിക്കൂറുകൾ ഈ മേഖലയുടെ ഭാവി നിർണ്ണയിക്കുന്നതിൽ അതീവ നിർണായകമാണ്. അമേരിക്കയുടെ കൂടുതൽ യുദ്ധവിമാനങ്ങൾ പേർഷ്യൻ ഉൾക്കടലിന് മുകളിലൂടെയുള്ള നിരീക്ഷണം കർശനമാക്കിയിട്ടുണ്ട്. അതേസമയം ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികാര നടപടികൾ ഏതു നിമിഷവും പ്രതീക്ഷിക്കാമെന്നതിനാൽ മിഡിൽ ഈസ്റ്റിലെ എല്ലാ US എംബസികളും സുരക്ഷാ ഏജൻസികളും അതീവ ജാഗ്രതയിലാണ്. സാങ്കേതിക വിദ്യയും ആയുധബലവും പരസ്പരം മാറ്റുരയ്ക്കുന്ന ഈ പോരാട്ടത്തിൽ ആര് ജയിക്കുമെന്നതിനേക്കാൾ തകരാൻ പോകുന്നത് ലോക സമാധാനമാണെന്ന തിരിച്ചറിവിലാണ് ആഗോള ജനത ഇപ്പോൾ വിറങ്ങലിച്ചു നിൽക്കുന്നത്.